ഈ നാട്ടിലുള്ള SSFകാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഈ പയ്യന്നൂർ പ്രദേശത്ത് വന്നുകൊണ്ട് ഈ പേരോടി കാണിച്ച ക്രിയ എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടു നോക്കൂ അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അദ്ദേഹം ഖുർആനിൽ ഒരു ആയത്ത് ഓതി. ഏതാണ് ആയത്തെന്നറിയോ? അദ്ദേഹം ഓതട്ടെ അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ ആ ഖുർആൻ ആയത്ത് നമുക്ക് കേൾക്കാം. ഫഖാല തആല, അല്ലാഹു പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർളി, എത്ര ആകാശങ്ങളിലും ഭൂമികളിലും എത്ര മലക്കുകളുണ്ട്. ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. സഹോദരങ്ങളെ, മുജാഹിദുകൾ ഖുർആൻ തിരുത്തിയത് കണ്ടുപിടിക്കാൻ വന്ന ആളാ. എന്നിട്ട് അദ്ദേഹം ഓതിയത് എന്താണ്? വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർളി, വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർളി. പേരോടെ അള്ളാഹ് ഇറക്കിയ ഖുർആനിൽ വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർളി എന്നൊരായത്തില്ല. നേരെ മറിച്ച് വകം മിൻ മലകിൻ ഫിസ് സമാവാതി എന്നുണ്ട്. വൽ അർളി എന്നുള്ളതോ പേരോടിന്റെ വകയാണ്. അള്ളാഹ് അവതരിപ്പിച്ച ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാലും വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർളി എന്ന ഒരു പ്രയോഗം കാണിക്കാൻ പേരോടെ നിങ്ങൾക്ക് കഴിയില്ല. മുജാഹിദുകളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വന്ന ആളാണ്. ഖുർആൻ തെറ്റിക്കുകയാണ്. ആ ഖുർആൻ തെറ്റിച്ചിട്ട് ഓതിയത് എന്താണ്? വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിൽ എത്രയോ മലക്കുകൾ ഉണ്ട് എന്നാണ് പേരോട് അർത്ഥം പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ വീണ്ടും കേൾപ്പിക്കേണ്ടതില്ലല്ലോ. അടുത്തത് ഞാൻ 2 വട്ടം കേൾപ്പിക്കാം. ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർള്. ഫിസ് സമാവാതി വൽ അർള് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഖുർആനിലുള്ളത് വകം മിൻ മലകിൻ ഫിസ് സമാവാതി എന്നേയുള്ളൂ. അതിപ്പോ സ്വാഭാവികമായിട്ട് വന്നല്ലേ, ക്ഷമിച്ചൂടെ? സമാവാത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാതെ വന്നു പോകൂലേ? അങ്ങനെ വന്നതല്ലേ, ക്ഷമിച്ചൂടെ? ഞങ്ങൾ ക്ഷമിച്ചു. പേരോടെ ഞങ്ങൾ ക്ഷമിച്ചു തന്നു. നിങ്ങളെപ്പോലെ ആകരുതല്ലോ. അൽമനാറിനെ കണ്ടപ്പോ വീട്ടിൽ കുറച്ചു കണ്ടോ, ഇപ്പൊ കിട്ടിയതാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയണില്ല, തെറ്റിപ്പോയതാ. എങ്കിൽ അടുത്ത ആയത്ത് പേരോടൊക്കെ അത് പേരോടിന്റെ വാചകത്തിലൂടെ നിങ്ങൾ കേട്ടോ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അതേ ലിമൻ ശഹീദൽ ഹഖ ഇല്ലാ മൻ ശഹീദൽ ഹഖ വഖാല സവാബാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഹഖായ കലിമത്ത് അതിന് സാക്ഷ്യം വഹിച്ചവനാരോ? സഹോദരങ്ങളെ, വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള എത്രയോ മലക്കുകളുണ്ട് എന്ന് ഖുർആനിലില്ലാത്തൊരായത്ത് വകം മിൻ മലകിൻ ഫിസ് സമാവാതി എന്നതിന് പകരം വൽ അർളി എന്നത് കൂടി പേരോട് കൂട്ടി ഓതിയെങ്കിൽ അത് അബദ്ധമാണെങ്കിൽ ഇപ്പോൾ പേരോട് ഒരു ആയത്ത് ഓതി. ഏതാണ് ആയത്തെന്നറിയോ? ഇല്ലാ മൻ ശഹീദൽ ഹഖ വഖാല സവാബാ. ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടോ പേരോടെ? നിങ്ങളോ നിന്ന ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ ആയത്ത് ഖുർആനിലുണ്ടോ? അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൽ നിന്ന് പേരോടെ ഇങ്ങനെ ഒരു ആയത്ത് കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വാങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളിതാ റോഡുണ്ടാക്കാൻ വേണ്ടി കൂപ്പൺ എടുത്ത് നടക്കുന്നുണ്ടല്ലോ. കൂപ്പൺ വേണ്ട, ആ റോഡ് നിർമ്മിക്കാനുള്ള പൈസ ഞാനെങ്ങ് തരാം. ഇപ്പൊ പേരോട് ഓതി ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഖുർആനിൽ കാണിച്ചു തന്നാൽ. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? വിശുദ്ധ ഖുർആനില് 6000 ചില്ലാനം ആയത്തുകളില് ഇങ്ങനൊരായത്ത് ഇപ്പോൾ പേരോട് ഓതി ഒരായത്ത് കാണിച്ചു തരാൻ പേരോടിന് കഴിയുമോ? ആയത്തൊന്നുകൂടെ കേട്ടോ, കാണാതെ പഠിച്ചു വെച്ചോ. പേരോടിന്റെ ആയത്താ, അള്ളാടെ ആയത്തല്ല, പേരോടിന്റെ ആയത്ത് കേട്ടോ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അതേ ലിമൻ ശഹീദൽ ഹഖ ഇല്ലാ മൻ ശഹീദൽ ഹഖ വഖാല സവാബാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഹഖായ കലിമത്ത് അതിന് സാക്ഷ്യം വഹിച്ചവനാരോ? കണ്ടോ, പേരോടിന്റെ വാചകാണ്. ഇല്ലാ മൻ ശഹീദൽ ഹഖ വഖാല സവാബാ എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ഖുർആൻ മറ്റെടുത്ത് പറഞ്ഞാണ്. അങ്ങനെ ഒരു ആയത്ത് കാണിച്ചു തരാൻ പേരോടെ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ നിങ്ങൾക്ക് കഴിയൂല.
അങ്ങനെ കാണിച്ചെന്നാല് ഈ പണി ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ അടുത്തോട്ടം വന്നിണ്ടല്ലോ മെയ് അവസാന വാരത്തിന്, ആദ്യം കൊണ്ട് ഒന്ന് പറയിക്കണം ഖുർആൻ എടുത്തിട്ട് പേരോടിനെ കൊണ്ട്, ഇതാ ആയത്ത് പിടിച്ചോ മൗലവി, കാണിച്ചരാ 4719 ഫോൺ നമ്പരല്ല, ഞാൻ ഒരു ആയത്തിന്റെ നമ്പരാണെന്ന് പറയാൻ പറ്റുമോ പേരോടിന്? പറയാൻ